കല്യാണം കഴിഞ്ഞ് നീ അങ്ങ് തടിച്ചല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വൈഫ് അവർ ആദ്യമായിട്ടൊരു വീട്ടിലേക്ക് വിരുന്നിന് ചെന്നതാണ്. ആ വീട്ടിലെ ഗൃഹനാഥൻ പറഞ്ഞ ഒരു ഡയലോഗാണിത്. ഇപ്പോൾ അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് 4 വർഷം ആവുന്നു. തെറപ്പിക്ക് വേണ്ടി വന്നപ്പോൾ ആ പെൺകുട്ടി ഉന്നയിച്ച ഒരു കംപ്ലൈൻ്റാണ്. അന്ന് ആ വീട്ടിലെ ഗൃഹനാഥൻ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല, എന്നെ സപ്പോർട്ട് ചെയ്തില്ല, ആൾ മിണ്ടാതെ മാത്രം ഇരുന്നു. ഇതായിരുന്നു പെൺകുട്ടിയുടെ കംപ്ലൈൻറ്റ്, വൈഫിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, എന്താണ് ആ സമയത്ത് എന്തുകൊണ്ട് നിങ്ങളൊരു സപ്പോർട്ട് ചെയ്തില്ല, നമ്പായിട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത്, എനിക്കതിനകത്ത് പ്രത്യേകിച്ചൊരു വലിയ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. തന്നെയുമല്ല, ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ നേച്ചർ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം വളരെ ഫണ്ണി ആയിട്ട് ഹ്യൂമർ സെൻസും ഒക്കെ ഉള്ള ഒരാളാണ്. അത് മാത്രമല്ല, എനിക്ക് സഹോദര തുല്യനാണ്. ഞാൻ ആ കൺട്രിയിലേക്ക് ചെന്നപ്പോൾ അവിടെ എല്ലാ ഹെൽപ്പും ചെയ്തു തന്ന വ്യക്തിത്വമാണ്. എൻ്റെ ഒരു സഹോദര തുല്യനാണ്. അപ്പോൾ അദ്ദേഹം സാധാരണ ഇങ്ങനെയൊക്കെയുള്ള ഹ്യൂമർ സെൻസ് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതും പ്രത്യേകിച്ച് ഈ ഒരു ഡയലോഗ് മാത്രമേ പറഞ്ഞുള്ളൂ മാം, വേറെ ഒന്നും തന്നെ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് അത്രയും ഒന്നും ഫീൽ ചെയ്തില്ല. അതെൻ്റെ വൈഫിന് ഇത്രയും ഫീൽ ചെയ്തിരുന്നു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അവൾ എന്നോടത് ഷെയർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പലപ്പോഴും ഇങ്ങനത്തെയുള്ള ചെറിയ ചെറിയ ഡയലോഗുകൾ പോലും, ചെറിയ ഒരു കൈൻഡ് ഓഫ് ഹ്യൂമർ പരമായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും പലരെയും ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാവരും ബോഡിയെ ഇൻസൾട്ട് ചെയ്യുന്ന ബോഡി ഷേമിങ് എല്ലാം സഹിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ഫ്രണ്ട്ലി ആയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ പോലും പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ചെറിയ ചെറിയ ക്രിറ്റിസിസംസ്, ചെറിയ ചെറിയ റിജക്ഷൻസ് ഒക്കെ വലിയ വലിയ പ്രശ്നങ്ങളായി മാറുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഓഫ് അബാൻമെൻറ്റ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവരെന്തിനാണ് തെറപ്പി സെഷനിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, ഇവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഇപ്പോൾ ഉണ്ടാകുന്നു, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഹസ്ബൻഡ് പറഞ്ഞത്, എനിക്കങ്ങനെ കൈപിടിച്ച് നടക്കുന്ന ശീലമൊന്നുമില്ല, പക്ഷെ വൈഫിന് എപ്പോഴും കൈപിടിച്ച് നടക്കണം, അതാണ് താല്പര്യം. ഒക്കെ കൈ പിടിച്ചാൽ മാത്രമേ കൂടെ നടക്കുന്നു എന്നുള്ള ഫീലുള്ളൂ. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് കയ്യെ പിടിക്കും, പക്ഷേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നൊരു കാര്യം കയ്യെ പിടിക്കുകയല്ല, തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുക ചെയ്യുന്നത്. കാരണം അവൾക്ക് എപ്പോഴും എൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യണം. അവൾക്ക് അങ്ങനെ ഞാൻ കൂടെ ചേർത്ത് പിടിച്ച് നടന്നില്ലെങ്കിൽ ആ ഫീലിങ്, പ്രസൻസ് ഇല്ലാതാവും. അത് മാത്രമല്ല, അവൾ പറയുന്നത്, എൻ്റെ ഫാദർ എന്നോട് ഒരു വട്ടം പോലും ദേഷ്യപ്പെട്ടിട്ടില്ല, പിന്നെ നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്? അപ്പോൾ ഹസ്ബൻഡ് പറയും, ഞാൻ എൻ്റെ ഫാദറല്ല, ഹസ്ബൻഡാണ്, ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിച്ച് പോകും എന്ന് പറയുമ്പോൾ വൈഫ് പറയുന്നത്, അങ്ങനെ നീ ദേഷ്യപ്പെടുമ്പോൾ നിനക്കെന്നെ ഇഷ്ടമല്ല, നീ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഫീലാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. ദിസ് ഈസ് റിയലി ഫീലിംഗ് ഓഫ് അബാൻമെൻറ്റ്. ചെറിയ റിജക്ഷൻസ് വരുമ്പം, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുടെ ഒരു പ്രയോറിറ്റി ഒരല്പം നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകുമ്പം, അല്ലെങ്കിൽ അവർ നമ്മളോട് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ഇന്നർ സെൽഫ് വല്ലാതെ ഒരു എക്സ്ക്ലൂഡിങ് ഫീലിങ്ങിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഒരു അബാൻമെൻറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീലിംഗ് ഓഫ് അബാൻമെൻറ്റ്. ഒറ്റയ്ക്കാണോ, ഒറ്റപ്പെട്ടു, അവർക്കെന്നെ ഇഷ്ടമല്ല, എന്നെ തള്ളിക്കളഞ്ഞു, എന്നെ ആർക്കും വേണ്ട എന്നുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്നത്. ഇതിന് പല റീസൺസ് ഉണ്ട്. ചിലർക്ക് ഓവർ പ്രൊട്ടക്റ്റിംഗ് ആയിട്ടുള്ള പേരൻറ്റിങ് കിട്ടിയതുകൊണ്ടായിരിക്കും, ചിലർക്ക് അവരുടെ ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് ആയിരിക്കും. പല പല റീസൺ കാരണമാണ് ഈ ഫീലിംഗ് ഓഫ് അബാൻമെൻറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ചിലർക്കത് മൂർച്ഛിച്ച് അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എസ്പെഷ്യലി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫീലിംഗ് വളരെ കൂടുതലാണ്, ഫീലിംഗ് ഓഫ് അബാൻമെൻറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഫീലിംഗ് ഓഫ് അബാൻമെൻറ്റിനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ചില ടിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, മോസ്റ്റ് ഓഫ് ദ ആളുകളിലും ഈ ഫീലിംഗ് ഓഫ് അബാൻമെൻറ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ, അവരുടെ ചൈൽഡ്ഹുഡിൽ കിട്ടിയ, ഞാൻ നേരത്തെ പറഞ്ഞ ഓവർ പ്രൊട്ടക്റ്റിംഗ് പേരൻറ്റിങ്ങോ അല്ലെങ്കിൽ ട്രോമാസോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലായിരിക്കും. അത് ചൈൽഡ്ഹുഡിൽ തന്നെ ആവണമെന്നില്ല, അഡോളസെൻറ്റിലാവാം, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റിലേഷൻഷിപ്പിലാവാം. അപ്പോൾ അതുകൊണ്ട് ഒരു ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സ്ട്രെങ്തനിങ് യുവർ ഇന്നർ ചൈൽഡ്. ഇന്നർ ചൈൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ ഉള്ള ആ ഒരു ചൈൽഡ് പ്രായത്തിലിരുന്ന കാലഘട്ടം മാത്രമല്ല, ചിലർക്കിത് റിലേഷൻഷിപ്പിലായിരിക്കും. കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കും ആ ഒരു ട്രോമ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ വരെയുള്ള
ഞാൻ ആരായിരുന്നോ അതിനെയാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നർ ചൈൽഡ് കുറേ വീക്കാണെന്ന് കാണുന്നുണ്ടെങ്കിൽ, ആ ഇന്നർ ചൈൽഡ് എവിടേക്കോ അബാൻമെൻറ്റ് കിട്ടി തള്ളി മാറി ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്നർ ചൈൽഡിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്നർ ചൈൽഡിൽ നിന്ന് ലോ സെൽഫ് കോൺഫിഡൻസും ലോ സെൽഫ് എസ്റ്റീമും അതുപോലെ തന്നെ സെൽഫിനെ വല്ലാതെ ബ്ലെയിം ചെയ്യുന്ന നേച്ചറും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡിൽ നിന്ന് അത് എടുത്ത് കളയണം. അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ ഹെൽപ്പ് സീക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഇൻട്രോഗേറ്റ് ചെയ്യാനും അതുപോലെ അത് ഇന്നർ ചൈൽഡിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. അവിടെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലേക്കുള്ള തെറപ്യൂട്ടിക്കൽ അപ്രോച്ചസിലേക്ക് നീങ്ങുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ടും ചെറിയ രീതിയിലുള്ള അബാൻമെൻറ്റ് ഫീലിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ചൈൽഡിലേക്ക് പോയിട്ട് അതിനെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എവിടേക്കാണ് ഈ അബാൻമെൻറ്റ് ഫീലിംഗ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാനും അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്ട്രെങ്തനിങ് യുവർ ഇന്നർ ചൈൽഡ്. ദ സെക്കൻഡ് വൺ ഈസ് ഐഡൻറ്റിഫൈങ് യുവർ ട്രിഗേഴ്സ്. എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഫീലിംഗ് ഓഫ് അബാൻമെൻറ്റ് വരുന്നത്, ഈ ഒരു ട്രിഗർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ചിലർക്കത് ചില ക്രിറ്റിസിസം കിട്ടുമ്പോഴായിരിക്കും, ചിലർക്ക് ചിലയിടത്തു നിന്ന് റിജക്ഷൻസ് ഉണ്ടാവുമ്പോഴായിരിക്കും, മറ്റു ചിലർക്ക് സിബ്ലിങ്സിൽ നിന്നായിരിക്കും, മറ്റു ചിലർക്ക് ഒരു പാർഷ്യാലിറ്റി ഉള്ള എൻവയോൺമെൻറ്റിൽ ചെല്ലുമ്പോഴായിരിക്കും. എന്താണ് നമ്മളെ അതിലേക്ക് ട്രിഗർ ചെയ്യുന്നതെന്നുള്ള ട്രിഗറിങ് പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. ആ ട്രിഗേഴ്സിൽ നിന്ന് മാക്സിമം ഒഴിവായി നിൽക്കുക. അല്ലെങ്കിൽ ആ ട്രിഗേഴ്സ് നമ്മളെ ട്രിഗർ ചെയ്യാത്ത രീതിയിൽ ട്രിഗറിങ് ആക്കി മാറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക. അതാണ് സെക്കൻഡായിട്ട് നമുക്ക് അബാൻമെൻറ്റിനെ ഇല്ലാതാക്കാനുള്ളൊരു കാര്യം. ദ തേർഡ് വൺ, ബിൽഡിങ് ഗുഡ് റിലേഷൻഷിപ്സ്. അബാൻമെൻറ്റ് ഉണ്ട്, റിജക്ഷൻ ഉണ്ട്, എനിക്കാരും സെറ്റാകത്തില്ല, എനിക്ക് ആരുടെ കൂടെയും നന്നായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു ആങ്ഷ്യസ് അവോയ്ഡൻറ്റ് നേച്ചർ എടുത്ത് നമ്മളുടേതായിട്ടുള്ളൊരു വേൾഡ് ഉണ്ടാക്കി അതിനകത്ത് ചുരുങ്ങിയിരിക്കാതെ, നമ്മുടെ കംഫർട്ട് സോണിനകത്ത് മാത്രം ഒതുങ്ങിയിരിക്കാതെ കീപ്പ് ഓൺ ട്രൈയിങ് ടു ഗെറ്റ് ഗുഡ് റിലേഷൻഷിപ്പ്. നമ്മൾക്ക് നല്ല റിലേഷൻഷിപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനകത്ത് ഒത്തിരി ഈ അബാൻമെൻറ്റ് ഫീലിംഗ് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഒത്തിരി നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായെന്നിരിക്കും. എന്നാൽ പോലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. അങ്ങനെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒത്തിരി മടുത്തു പോകാതെ കീപ്പ് ഓൺ ട്രൈയിങ് എന്നുള്ള രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റവും കൂടെ ആവശ്യമാണ്. അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് സിസ്റ്റം കൂടെ എടുത്ത് നമ്മൾ റിലേഷൻഷിപ്പിൽ വീണ്ടും വീണ്ടും വർക്ക് ചെയ്ത് നല്ലൊരു റിലേഷൻഷിപ്പ്, 1-2 റിലേഷൻഷിപ്പെങ്കിലും സസ്റ്റൈനബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമ്പോൾ, അത് ഫ്രണ്ട്ഷിപ്പോ നമ്മളുടെ പേരൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പോ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പോ സസ്റ്റൈനബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുമ്പോൾ ഗ്രാജ്വലി നമ്മളുടെ അബാൻമെൻറ്റ് ഫീലിംഗ് ഇല്ലാതാവും. നമ്മൾക്ക് റിജക്ഷൻസ് കിട്ടിയാൽ പോലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാകും. സോ ഇത്തരത്തിലുള്ള അബാൻമെൻറ്റ് ഫീലിംഗ് ഇല്ലാതാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനെന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് അസ്. താങ്ക് യു.